നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെല്ലാവരും നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യും. അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റിയൊരു സ്ഥലം, നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇതുപോലെയുള്ള നല്ല പുഴയും ആ ഒരു വെള്ളവും അല്ലെങ്കിൽ ഈ ഒരു പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തായാലും മിക്കവാറും എല്ലാവരും പോകുന്ന സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ വയനാട് പോവും, മൂന്നാർ പോവും. ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിനുള്ളിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു സ്ഥലം നമ്മളിങ്ങനെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത്. പറഞ്ഞ പോലെ നമ്മൾ വെക്കേഷൻ്റെ സമയത്ത് നാട്ടിൽ പോയതായിരുന്നല്ലോ. അതായത് വെക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നാട്ടിലൊരു നല്ല മഴയുള്ള സമയത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തിയ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ഒരു 5-5:30 ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് അവിടെ നല്ല മഴയായിരുന്നു. നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ നേരെ കാണുന്നത് ആ ഒരു പുഴയാണ് കേട്ടോ. അപ്പോൾ മഴയും കൂടി ആയപ്പോൾ നല്ല പോലെ വെള്ളം ഉണ്ടായിരുന്നു പുഴയിൽ. നമുക്ക് മഴ കാരണം ശരിക്കും അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ ആ ഒരു സ്റ്റേക്കേഷൻ്റെ ലൊക്കേഷനിൽ നമ്മൾ എത്തി. നമുക്കറിയാം ഇതുപോലെയുള്ള മിക്കവാറും എല്ലാ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ ഉള്ളിലോട്ട് പോയിട്ടായിരിക്കും. അതായത് നമുക്ക് പെട്ടെന്നൊന്നും തേടി പിടിക്കാൻ പറ്റില്ല. അതായത് ഗൂഗിൾ മാപ്പ് ഇല്ലാണ്ട് നമുക്ക് എത്താൻ പറ്റില്ല. അതുപോലെയുള്ള കുറച്ച് അതായത് നല്ല നേച്ചറായിട്ട് നല്ല ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടായിരിക്കുമല്ലോ മിക്കവാറും. തൃശ്ശൂർ തന്നെ വരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മാക്സിമം അതിനുള്ള നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടോ. അത് കാരണം നമുക്ക് അധിക ദൂരമൊന്നും ട്രാവൽ ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും നേരെ പൂളിലേക്കുള്ള ഓട്ടമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പൂളിലേക്ക് ഇറങ്ങി. ഈവനിങ് ഒക്കെ ആയി കഴിയുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതുപോലെയാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വില്ല എന്ന് പറയുന്നത് വ്യൂ പോയിന്റ് വില്ലയാണ്. അപ്പോൾ നമുക്കാണ് ഇൻഫിനിറ്റി പൂൾ ഉള്ളത്. അതായത് വ്യൂ പോയിന്റ് വില്ലയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു പൂളുള്ളൂ. നമ്മൾ സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നത് കടവ് വില്ലാസ് എന്നാണ് കേട്ടോ ആ ഒരു പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത്. അതായത് നമ്മളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇപ്പോൾ തലേദിവസം ഇന്ന് നമ്മൾ തീരുമാനിച്ച് നാളെ പോവായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നേക്കാളും നമ്മൾ ആ പെട്ടെന്ന് എടുക്കുന്ന കാര്യങ്ങളായിരിക്കും ഒന്നുകൂടെ ഭംഗിയാവാന്ന് പറയണ പോലെ. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന സ്ഥലം ഇതൊന്നുമല്ല. നമ്മൾ എവിടെയെങ്കിലും കുറച്ച് ദൂരെ എവിടേക്കെങ്കിലും ഒക്കെ പോവാം. എന്തായാലും സ്റ്റേക്കേഷന് പോകുന്നതായതുകൊണ്ട് ആ ഒരു ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്യാൻ കുറച്ചുകൂടി ദൂരെ എവിടേക്കെങ്കിലും ഒക്കെ പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മൾ നാളെ പോകാനായിട്ട് തലേദിവസം നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും റൂമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും കുറേ സ്ഥലമൊക്കെ നമ്മൾ വിളിച്ചന്വേഷിച്ചു. നമുക്ക് അവിടെ എവിടെയും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റാണ് നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത്. നമ്മൾ താമസിച്ച വില്ല നമുക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും എടുത്ത സ്ഥലം നല്ല തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയിൽ ഫുഡ് നമുക്ക് അവിടെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഈവനിങ് നമ്മൾ ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ രാവിലെ എണീറ്റ് വരുമ്പോഴത്തെ ആ ഒരു കിളികളുടെയൊക്കെ ഒരു ശബ്ദമാണ് കേട്ടോ ഞാൻ കേൾപ്പിച്ചു തന്നത്. നമ്മളിത് എണീറ്റതുള്ളത് രാവിലെ അത്ര നേരത്തെ ഒന്നുമല്ല. പക്ഷെ അവിടെ ആയതുകൊണ്ട് നമുക്ക് നല്ല ആ ഒരു കിളികളുടെ ഒച്ചയൊക്കെ കേട്ടിട്ട് നമുക്ക് രാവിലെ എണീക്കാൻ പറ്റി. നമ്മുടെ ഈ റിസോർട്ട് വരുന്നത് എടത്തിരുത്തി എന്നാണ് കേട്ടോ കറക്റ്റ് ആ ഒരു സ്ഥലം, ആ ഒരു ലൊക്കേഷൻ വരുന്നത്. എടത്തിരുത്തി, അതായത് ഇരിഞ്ഞാലക്കുട എടത്തിരുത്തിയിലാണ് ഈ ഒരു കടവ് വിലാസ് വരുന്നത്. കടവ് വില്ലാസ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസോർട്ടിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മളിതിങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇങ്ങനെ നമ്മുടെ തൃശ്ശൂരുള്ള നിയർ നമ്മുടെ റിസോർട്ട്സൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. ഈ ടൈപ്പ് വില്ലാസാണ് കേട്ടോ അവിടെ ഉള്ളത്. അതായത് വ്യൂ പോയിന്റ് വില്ല ഉണ്ട്, പിന്നെ വേറൊരെണ്ണം വരുന്നത് നടുമുറ്റം വില്ല, പിന്നെ വരുന്നത് സ്കൈ വ്യൂ വില്ല. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് വ്യൂ പോയിന്റ് വില്ലയിലാണ് കേട്ടോ. അപ്പോൾ വ്യൂ പോയിന്റ് വില്ലയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി പൂൾ ഉള്ളത്. ഇനി ഈ 3 വില്ലയിലും ഓരോ പൂളുണ്ട്. പക്ഷേ ഏറ്റവും നല്ല പൂൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു വ്യൂ പോയിന്റ് വില്ലയിലാണ്. പിന്നെ വരുന്നത് നടുമുറ്റം വില്ല. നടുമുറ്റം വില്ല എന്ന് പറയുന്നതിൽ നടുമുറ്റം പോലെയാണ് ആ ഒരു വില്ലയുടെ. നമ്മൾക്ക് ഇതിൽ നമ്മൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിക്ചേഴ്സും എങ്ങനെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പോൾ ചെറിയൊരു പൂളാണ് നടുമുറ്റം ആ ഒരു വില്ലയിൽ വരുന്നത്. അതെന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡോറാണ് കേട്ടോ പൂള് വരുന്നത്. നെക്സ്റ്റ് ടൈപ്പ് വരുന്ന സ്കൈ വ്യൂ വില്ലയിലും പൂളുണ്ട്. പക്ഷേ ആ പൂൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറുതാണ് കേട്ടോ. നമ്മുടെ പൂളാണ് ഏറ്റവും ഇൻഫിനിറ്റി പൂളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണാനും നല്ലതാണ്. പിന്നെ നമുക്കാണ് ഈ വ്യൂ പോയിന്റ് വില്ലേക്കാണ് ഈ ഒരു വ്യൂവും കിട്ടുന്നത്. അതായത് നല്ല ഈ പുഴയുടെ വ്യൂവും നമ്മളുടെ ആ ഒരു വില്ലയിലേക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 2 വില്ലാസിനും ആ ഒരു വ്യൂ കിട്ടില്ല. ഓരോ ടൈപ്പ് വില്ലാസിനും അതിനനുസരിച്ച് തന്നെ റേറ്റിലും ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്തതിന് തന്നെയായിരുന്നു റേറ്റ് കൂടുതൽ. നടുമുറ്റം ഏറ്റവും റേറ്റ് കുറവാണ്. ഇനി അതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ് നമ്മുടെ സ്കൈ വ്യൂ വില്ലയ്ക്ക്. പുഴയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ സത്യത്തിൽ മറന്നുപോയി കേട്ടോ.
അപ്പോൾ നമുക്കാണെങ്കിൽ ഈ വില്ലയുടെ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഴയും കാണാൻ പറ്റും. ഇതുപോലെ ഒരു ചെറിയൊരു ഊഞ്ഞാലൊക്കെ അതിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ എണീറ്റ സമയത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും മാറി മാറിയിരുന്നു ഊഞ്ഞാലാടലായിരുന്നു കേട്ടോ നമ്മൾ രാവിലത്തെ നമ്മളുടെ പരിപാടി. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോയത്. നമ്മൾ ഇതുപോലെ മൂന്നാർ അല്ലെങ്കിൽ ഇങ്ങനെ കാട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആവില്ല. അതായത് മഴ വരുന്നത് പെട്ടെന്നായിരിക്കും, അതുപോലെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല വെയിൽ വരും. അതേ ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ഇവിടെ. അതേ ക്ലൈമറ്റ് തന്നെയാണോ എന്ന് അറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെട്ടെന്ന് വരും. ഇനി മഴ കുറച്ച് നേരം നല്ല ശക്തിയിൽ ഇങ്ങനെ മഴ പെയ്യും. അത് കഴിയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിൽ വരും. അങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ തൃശ്ശൂർ തന്നെയാണ് ഈ ഒരു സ്ഥലം എന്നുണ്ടെങ്കിലും നമ്മളിവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ആരെങ്കിലുമൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ അവിടെ മഴയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പോയി 2 ദിവസം നമ്മൾ ഇവിടെ താമസിച്ച സ്ഥലത്ത് മഴയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കൊന്നും ഈ 2 ദിവസം മഴ ഉണ്ടായിട്ടില്ല കേട്ടോ. അത് ഇവിടെ മാത്രമായിരുന്നു നല്ല മഴ ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായ സമയത്ത്, അതായത് 2018 ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ താമസിക്കുന്ന ഈ സ്ഥലത്തേക്കൊക്കെ ഈ പുഴയിൽ വെള്ളം കൂടിയിട്ട് ഇങ്ങോട്ടൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു സമയത്ത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ നല്ലപോലെ മഴ പെയ്തിട്ട് ആ ഒരു സമയത്ത് വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. ആ ഒരു കാണുന്ന നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു വില്ല എന്ന് പറയുന്നതും ഇതുപോലെ അവർ കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ സ്റ്റേ ചെയ്ത അതേ അവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പുറത്തുള്ള ആ ഒരു വില്ല എന്ന് പറയുന്നതും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വേണമെങ്കിൽ വഞ്ചിയിൽ പോകാനായിട്ട് പറ്റും. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ മഴയുള്ളതുകൊണ്ട് പുഴയിൽ വെള്ളം കൂടുതലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ബോട്ടിങ്ങൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങൊക്കെ ഫ്രീ ആണ്. പക്ഷെ നല്ല വെള്ളമുള്ള സമയമായതുകൊണ്ട് നമുക്ക് ബോട്ടിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അന്നമ്മു ആമി ഇവിടെ ഇഷ്ടമായ എന്തിട്ട് ഇവിടെ കൂടുതൽ ഇഷ്ടമായ? വെള്ളാണോ ഇഷ്ടമായ, റൂം ഏതാ ഇഷ്ടമായ? ആ, രണ്ടും ഇഷ്ടായില്ലേ? അന്നമ്മൂനോ? ആ, പൂളില് കളിച്ചത് ഇഷ്ടായ? നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് വ്യൂ പോയിന്റ് വില്ല മാത്രമായിരുന്നെങ്കിലും നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു ദിവസം വേറെ ആരും ഗസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു റിസോർട്ടിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ആ ഒരു ദിവസം അവർ ആർക്കും കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇൻസ്പെക്ഷനോ എന്തോ ഒരു ഇത് കാരണം അന്നത്തെ ആ ഒരു ദിവസം അവരാരെയും ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ബുക്കിംഗ് അവർ എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കറക്റ്റ് ആ ഒരു ചെക്കിങ് ടൈം എന്ന് പറയുന്നത് ഒരു 2 o'clock 2:30 ആ ഒരു ഉച്ചയ്ക്ക് അത് തൊട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 10:30 11:30 ആ ഒരു ടൈം വരെയാണ് അവരുടെ ആ ഒരു ടൈം വരുന്നത്. പക്ഷെ നമുക്ക് അവരുടെ ആ ഒരു ഇൻസ്പെക്ഷനൊക്കെ കഴിയുമ്പോൾ ഈവനിങ് എപ്പോഴാണ് കഴിയാമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് റൂം തരാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് അവർ എടുക്കണുണ്ടോ ഇല്ല എന്നുള്ളതിൽ തരുന്നില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ദിവസം അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള വേറൊരു ദിവസം നമുക്കില്ല. ഇനി നമ്മൾ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷന് വേറെ ദിവസങ്ങളില്ലാത്തതുകൊണ്ടും നമ്മൾ പറഞ്ഞു നമുക്ക് ഉള്ള സമയം മതി, കുറച്ച് സമയമാണെങ്കിലും നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്കന്ന് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇൻഫിനിറ്റി പൂളിൻ്റെ ആ ഒരു ഭാഗം വരുന്നത്. ഇന്നലെ നമ്മൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇതാണ് ആ ഒരു ഭാഗം വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇടാനൊക്കെ ആയിട്ട് ചെറിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിലുണ്ട്. വീടുകളാണുള്ളത്. ഒരെണ്ണം വ്യൂ പോയിന്റ് ഉണ്ട്, പിന്നെ വേറെ 2 കൂടി ഉണ്ട്. അതിൻ്റെ പേര് ചോദിച്ചിട്ട് പറയണം. അപ്പോൾ ഈ വ്യൂ പോയിന്റിലാണ് നമുക്ക് ഇൻഫിനിറ്റി പൂളായിട്ടുള്ളത്. പിന്നെ ഒരെണ്ണത്തിൽ നമുക്ക് പുറത്തായിട്ട് ചെറിയൊരു പൂളുണ്ട്. പിന്നെ നമുക്ക് വീടിനുള്ളിൽ തന്നെയുള്ള ഒരു 4 കെട്ടിൻ്റെ പോലെ അങ്ങനത്തെ ഒരു പൂളും കൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൂം ടൂർ കാണിച്ചു തരാം. നമ്മുടെ ഒരു 2 bedroom ഉണ്ട്, പിന്നെ ചെറിയൊരു കിച്ചൺ ഉണ്ട്, പിന്നെ ഒരു ഹാള്, അങ്ങനെ പിന്നെ 1 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പിന്നെ കോമൺ ബാത്റൂം, അങ്ങനെ ഇത്രയെല്ലാം കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു വില്ല വരുന്നത്. അപ്പോൾ ഒരു 3 ഫാമിലിക്കൊക്കെ നമുക്ക് സുഖമായിട്ട് അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹാളിലുള്ളതെന്ന് പറയുന്നത് സോഫ ബെഡാണ്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് നമുക്ക് വേറൊരു ബെഡും അവർ വേറെ കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് ഫുള്ള് ഗ്ലാസ് ഡോറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കർട്ടൻ മാറ്റിയിട്ടിട്ട് നമ്മൾ ഇതിനകത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് ആ ഒരു
ഫുള്ള ഒരു പുഴയുടെ വ്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയ എന്ന് പറയണത്. അപ്പോൾ ഇതെന്തായാലും ഒരു ദിവസത്തെ നമ്മുടെ സ്റ്റേ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അവർ തന്നപ്പോൾ ഉണ്ടായിരുന്ന അത്രയും നീറ്റായിട്ടല്ല കേട്ടോ കിടക്കണം. ആകെ നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പോരണേക്കാളും നേരത്തെ ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിടുന്നതിൻ്റെ പരിപാടിയിലാണ്. പുറത്തത്തെ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് സൈഡിലാണ്, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൊതുവെ എല്ലാ റിസോർട്ടിലുള്ള പോലെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ടൈമായപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കാണുന്ന മറ്റ് 2 വില്ലാസാണ് ആ 2 സൈഡിൽ കാണുന്നത്. പക്ഷേ ഇവിടെ ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഇവിടെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫുള്ള് നല്ല ഫ്രീ ആയിട്ട് അവിടെ എല്ലായിടത്തും നടക്കാനും ഫുഡ് എടുക്കാനും ഒക്കെ നല്ല ഫ്രീ ആയിരുന്നു. നല്ല ഒരു പ്രൈവസി ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഉണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു മെനു എന്ന് പറയുന്നത് പുട്ടും കടലക്കറി, പിന്നെ അപ്പം, മുട്ടക്കറി, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് വാട്ടർമെലൺ ആയിരുന്നു. പിന്നെ ചായ, പിന്നെ കുട്ടികൾക്കായിരിക്കാം ബ്രെഡും ജാമും അതും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ സൈഡിൽ കാണുന്നത് ആ ഒരു പുഴയാണ് കേട്ടോ. നല്ല വലിയൊരു പുഴയാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പേര് മറന്നുപോയി. ഇത് അവിടെ കാണുന്നതാണ് നമ്മളുടെ സ്റ്റേ ചെയ്ത വ്യൂ പോയിന്റ് വില്ല വരുന്നത്. അപ്പോൾ അതാണ് ആ ഒരു പുഴയുടെ തൊട്ടടുത്തായിട്ട് വരുന്ന വില്ല എന്ന് പറയുന്നത്. മറ്റു 2 വില്ലാസും കുറച്ച് നീങ്ങിയിട്ടാണ്. അവർക്ക് ഈ ഒരു എന്താ പറയുക, പുഴയുടെ അടുത്തുള്ള വ്യൂ വരണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടന്നു പോയിട്ട് കാണാമെന്നുള്ളൂ. പക്ഷെ നമ്മളുടെ ആ ഒരു സ്റ്റേ ചെയ്ത വില്ലയിലെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള ഒരു ഗ്ലാസ് വിൻഡോ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കർട്ടനൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീടിനകത്ത് ഇരുന്നിട്ടാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു വ്യൂ കിട്ടും. പിന്നെ നമ്മൾ പോയ സമയം എന്ന് പറയുന്നതും നല്ല മഴയുള്ള ഒരു സമയമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പുഴയിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. കാണാനും മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ നല്ല ഒരു ഭംഗിയുള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ കുട്ടികൾക്കും പിന്നെ നമ്മുടെ പാരൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമാണല്ലോ. നമ്മളുടെ കുട്ടികളെ ഫുഡ് കൊടുക്കാനായിട്ട് അവരുണ്ട്. അപ്പോൾ അപ്പച്ചനും അമ്മയൊക്കെ മക്കൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇരുന്നു. പിന്നെ കുട്ടികളായാലും അവർക്കുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ അടുത്തുള്ളതുകൊണ്ട് അവരും കഴിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ചു. നമ്മൾ അവരൊറ്റയ്ക്ക് കഴിക്കണ പോലെ അല്ലല്ലോ. ആരെങ്കിലും അവരുടെ ആ ഒരു സെയിം ഏജിലുള്ള അവരുടെ ഫ്രണ്ട്സും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാനോ ഒന്നും കൂടി അവർക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് വലിയ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ടിയൊന്നും വന്നില്ല. എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും കൊണ്ടും പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. യെസ്, അങ്ങനെ ഞാൻ ആ ഒരു പുഴ ഏതാണെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. ഞാൻ നമ്മുടെ ഈ കടവ് വിലാസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് മാപ്പ് എടുത്തിട്ട് ഫൈനലി ഞാൻ ഒരു പുഴയുടെ പേര് കണ്ടുപിടിച്ചു. കരുവന്നൂർ റിവർ എന്നാണ് കേട്ടോ. ആ ഒരു പുഴയുടെ സൈഡിലാണ് നമ്മൾ താമസിച്ച ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. തലേന്നത്തെ രാത്രിയിലത്തെ മഴയൊക്കെ കാരണമാണ് കേട്ടോ അവിടെ ഇങ്ങനെ ആകെ വെള്ളമായിട്ട് കിടക്കുന്നത്. നമ്മൾ രാത്രിയിൽ തലേദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ആകെ വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നത്. പിന്നെ അവിടെ പാട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്, സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വേണമെങ്കിൽ മാറ്റാം, അതൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വേറെ ആരും ഇല്ലല്ലോ. നമ്മളുടെ ആ ഒരു ഫാമിലി മാത്രമേ അന്ന് ആ ഒരു ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിങ്ങനെയൊക്കെ ഇടയ്ക്ക് പോയി സ്റ്റേ ചെയ്യണത് നമ്മൾ ആ ഒരു സ്ഥലം കാണാന്നുള്ളതിനേക്കാളും നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ദിവസം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യാം നല്ല പോലെ. വേറെ തിരക്കിൽ നിന്നൊക്കെ മാറി നമ്മൾ മാത്രമായിട്ട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ദിവസം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്ഥലം എങ്ങനെയുണ്ടെന്നുള്ളതിനേക്കാളും നമ്മൾ എവിടെയാണെങ്കിലും അല്ലേ, നമ്മളുടെ ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ദിവസം നമ്മൾ നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ലൊക്കേഷനും ആ ഒരു സ്ഥലം നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളായിട്ടാണല്ലോ നമ്മൾ ആ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഒരു സ്റ്റേക്കേഷനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട് കേട്ടോ. പറയുകയാണെങ്കിൽ ഒരു 7-8 വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മളും അനിയത്തി അവർ ഫാമിലിയും പിന്നെ അപ്പച്ചനമ്മയ്ക്കായിട്ട് നമ്മളുടെ ഫാമിലി നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രിപ്പ് പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷന് പോകണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് നമ്മളുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ആ ഒരു സമയവും കാര്യവും എല്ലാം റെഡിയായി വന്നത് ഇപ്പോഴാണ് മാത്രം. അതായത് ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ, എല്ലാത്തിനും അതിൻ്റെ ആ ഒരു സമയമാകുമ്പോഴാണല്ലോ നടക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോഴായിരുന്നു കേട്ടോ, നമുക്ക് ഈ ഒരു വെക്കേഷന് വന്നപ്പോഴായിരുന്നു അങ്ങനെ നമ്മളുടെ ആ ഒരു ആഗ്രഹം അങ്ങനെ നടന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഗ്ലാസ് വിൻഡോ എന്ന് പറയുന്നത്. ഫുള്ള് ഇങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഈ കർട്ടനൊക്കെ മാറ്റിയിട്ടിട്ട് നമുക്ക് നേരെ ഇരുന്നിട്ട് ആ ഒരു കരുവന്നൂർ പുഴ അങ്ങനെ ആ ഒരു പുഴയുടെ ഭംഗി നമുക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റും.
പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് മാറാൻ വന്നു കേട്ടോ. കാരണം നമ്മൾക്കൊരു 10:30 11 ആണ് നമ്മുടെ ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത്. കണ്ടോ ഇപ്പോൾ ഈ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ നല്ല വെയിലായി. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ ഒരു സമയത്ത് ഇരുട്ടായിരുന്നു, ചെറുതായിട്ട് മഴയുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയായി വന്നപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ട് നല്ല വെയിലും വന്നു. പക്ഷെ അതുകൊണ്ട് നന്നായി, നമുക്ക് ആ ഒരു വെയിലുള്ള ക്ലൈമറ്റിലാണെങ്കിലോ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടുമല്ലോ. കാര്യം നമുക്ക് ആസ്വദിക്കാനും ഇരിക്കാനൊക്കെ നല്ല മഴയൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എന്തായാലും എടുക്കണമല്ലോ. അതാണല്ലോ നമ്മളുടെ എല്ലാവരുടെയും മെയിൻ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മഴയൊക്കെ മാറി നിന്നാൽ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കാനൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ 4 ആളുടെയും കൂടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ഒക്കെ കിട്ടിയിട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തത്. ഞാനൊരു ഫോട്ടോ എടുത്ത് തരുമോ ചോദിച്ചിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും കുറച്ച് നാളായാലും എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ നല്ല ഐഡിയയിൽ അങ്ങനെ ഒരു വീഡിയോയും കിട്ടി. അങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നുമില്ല, വേറെ എങ്ങോട്ട് പോകാനായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ എന്തായാലും ഒരു ദിവസം ഇറങ്ങി തിരിച്ചു കാരണം നമ്മൾ നേരത്തെ തന്നെ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഇനി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് സ്നേഹതീരം ബീച്ച് വരുന്നത്. അതായത് നമ്മുടെ വാടാനപ്പള്ളി ബീച്ചൊക്കെ അതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മൾ ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് നല്ല ഉച്ച നേരം ആയതുകൊണ്ട് വെയിലായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്ത് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കും. ഇപ്പം നല്ല വെയിലാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും മഴ വരും. അപ്പോൾ ചിലപ്പോൾ മഴക്കാരാണെങ്കിൽ വെയിലധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ബീച്ച് വരെ പോയാലോ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കുറച്ചുകൂടി തൊട്ടടുത്തായിട്ട് തോന്നിയത് നാട്ടിക ബീച്ച് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ കാണുന്നതാണ് കേട്ടോ തൃപ്രയാർ അമ്പലം. ആ ഒരു ബ്രിഡ്ജൊക്കെ കയറിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ നാട്ടിക ബീച്ച് അങ്ങോട്ടാണ് തോന്നുന്നു ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. കാരണം അതായിരുന്നു കുറച്ചുകൂടി നമ്മുടെ അടുത്ത് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് നമുക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റിയില്ല. കാരണം നല്ല മഴയായിരുന്നു നമ്മൾ അവിടെ ചെന്ന ഒരു സമയത്ത്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ പെരിങ്ങോട്ടുകര ആ ഒരു പള്ളി വരണത്. ആ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഡലൂപ്പ എന്ന് പറഞ്ഞ മാതാവിൻ്റെ പേരിലാണ് കേട്ടോ ആ ഒരു പള്ളി. സത്യത്തിൽ പള്ളി ഗാഡലൂപ്പയുടെ പേരാണോന്ന് അറിയില്ല. അവിടെ ആ ഒരു സ്റ്റാച്ചു ഉണ്ട് ആ ഒരു മാതാവിൻ്റെ. എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെയൊന്നും ഈ ഗാഡലൂപ്പ മാതാവിൻ്റെ വേറെ പള്ളികളൊന്നും അങ്ങനെ അധികം കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ പള്ളിയിലും അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാതാവിൻ്റെ ഗ്രോട്ടോയിലൊക്കെ കയറിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് എന്തായാലും ഇതുപോലെ എവിടെയെങ്കിലും ഒരു പള്ളിയിൽ കയറുന്നതും നല്ലതാണല്ലോ. അപ്പോൾ ഇതുവരെ പോവാത്ത ഒരു പള്ളിയും കൂടി അവിടെ കയറിയിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു പള്ളിയിൽ പോവുകയാണെങ്കിൽ 3 കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കിട്ടുമെന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം. ചർച്ച് സെൻറ് മേരീസ് ചർച്ച് എന്നാണ് കേട്ടോ പേര്. പക്ഷേ ആ പള്ളിയിൽ ഒരു ഗ്രോട്ട വെച്ചിട്ടുള്ളത് ഈ ഒരു ഗാർഡനുപ്പ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചുവും ഈ ഫോട്ടോ ഒക്കെ വരുന്നുണ്ട്. സെൻറ് മേരീസ് ചർച്ച് എന്നാണ് പള്ളിയുടെ പേര് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പിന്നെ പോയത് നെക്സ്റ്റ് ആ ഒരു ബീച്ചിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് പോണേക്കാളും മുന്നേ നമ്മൾ അതിൻ്റെ പള്ളിയുടെ ചുറ്റമൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു ആളുടെ സിംസ്തേരിയിൽ നോക്കാറൊക്കെ പോയതായിരുന്നു കല്ലറ. പക്ഷെ നമ്മൾ ഏതാവിടെയാണെന്ന് കണ്ടുപിടിച്ചില്ല കേട്ടോ, നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ പോയത് ഓഹോ ബീച്ചിലേക്കാണ്. ഓഹോ ബീച്ച് എന്നുള്ളത് ഇപ്പോൾ പേര് മാറ്റിയതാണ്. തമ്പാൻകടവ് എന്നായിരുന്നു ഫസ്റ്റ് ആ ബീച്ചിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. പക്ഷേ ബീച്ചിന് ഇപ്പോൾ പേരൊക്കെ മാറ്റി ഓഹോ ബീച്ച് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് നല്ല ഉച്ച നേരമായിരുന്നു. അവിടെ കൂടുതൽ ആളുകൾ നമ്മൾ ഈ വെഡ്ഡിങ്ങിൻ്റെ ഒരു എന്താ പറയുക പ്രീ ഫോട്ടോഷൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആളുകളായിരുന്നു കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. നമ്മളെപ്പോലെ ബീച്ച് കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ളവരൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് സാധാരണ ഒരു ഉച്ച നേരത്ത് നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാൻ തന്നെ പറ്റില്ല. പക്ഷേ ഇന്നൊരു മഴക്കാരമൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നുകൊണ്ട് അവിടെ ചൂടും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ അവിടെ വരെ പോയി. ഈ ഒരു ബീച്ചിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും വരുന്നുണ്ടെങ്കിലും സ്നേഹതരം ബീച്ചിൻ്റെ അവിടേക്കാണ് എത്താറുള്ളൂ. അപ്പോൾ ഈ തമ്പാൻകടവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിലല്ല ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ റീൽസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരുന്നത്. കണ്ടോ, നമ്മൾ നേരത്തെ വന്ന സമയത്ത് ബീച്ചിൻ്റെ സൈഡിൽ തീരെ വെയിലൊന്നും ഇല്ലാതെ നല്ല ഒരു മഴക്കാരായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ നല്ല വെയിലായി. ആ ഒരു നിഴലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവല്ലോ, നല്ല ആ ഒരു വെയിലിൻ്റെ സമയമായി അപ്പോഴേക്കും. ഒരു ബീച്ചിലേക്ക് വരുന്ന ടൈം എന്ന് പറയുമ്പോൾ ഈവനിങ് ഒക്കെ ആയിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മളിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ എന്തായാലും ഇത്ര വന്ന കാരണം ഇനി എങ്ങോട്ടെങ്കിലും അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോകാനുള്ള പറ്റിയ ലൊക്കേഷൻ ഉണ്ടോ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബീച്ചിലേക്ക് പോകാമെന്നുള്ളത് പിന്നെ ആലോചിച്ചത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് വരാണെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയം ആയതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പേരക്കുട്ടികളെല്ലാവരെയും അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ അടുത്ത്
പിടിച്ചിരുത്തിയിട്ട് പിന്നെ അവരുടെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു സമയമായിരുന്നു. അപ്പം 4 മക്കളും നല്ല കുഞ്ഞി പീക്കിരികളായതുകൊണ്ട് ഒരാൾ ഒരു നേരം നോക്കുമ്പോൾ മറ്റാൾ നോക്കില്ല. അങ്ങനെ അവരുടെ 4 ആളുടെയും നല്ല നേരം നോക്കിയിട്ട് വേണം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്കാണെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. അങ്ങനെ പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലിൻ്റെ ഒരു സമയമായപ്പോൾ പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ നമുക്ക് ഈവനിങ് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് മുന്നേ എത്തണം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരമായിട്ട് നമ്മൾ നമ്മുടെ ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്കപ്പോൾ വിശപ്പിൻ്റെ ആ ഒരു വിളി നമ്മുടെ ഇങ്ങനെ കൂടി എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ഹോട്ടൽ അന്വേഷിച്ച് അവസാനം കുറച്ച് നീങ്ങി നമ്മൾ വീടെത്താറായപ്പോഴാണ് നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത്. അത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തുമ്പോൾ വിചാരിക്കും ഇനി അടുത്ത സ്ഥലത്തെത്തുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എത്തി നമ്മൾ ലാസ്റ്റ് നമ്മുടെ വീടിൻ്റെ അവിടം വരെ എത്തി. അതാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് നാളായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ നടന്നത്. നമ്മളിങ്ങനെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്താലും നമുക്ക് ദൈവം ഏറ്റവും ബെസ്റ്റാണ് തരാമെന്ന് പറയില്ലേ, അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മളുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്.